ഹായ് ഹലോ. ഇത് കാണുമ്പോൾ കേക്ക് പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇത് കേക്കല്ല. നമ്മൾ പലതരം വട്ടയപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു വട്ടയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്നും ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു തെങ്ങിൻ പൂക്കലി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല. നമ്മുടെ വീട്ടിൽ പറമ്പിൽ ഒരു തെങ്ങ് വെട്ടിയായിരുന്നേ, ആ സമയത്ത് കിട്ടിയതാണ് കേട്ടോ. ഇതുപോലെ നല്ല കിളിന്ത് നോക്കി വേണം നമ്മൾ ഇതെടുക്കാനായിട്ട്. വട്ടയപ്പത്തിന് നമ്മളിങ്ങനെ കൈകൊണ്ട് ഒടിച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് പൊട്ടിക്കിട്ടണേ. നമുക്കിതെല്ലാം ഒടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, നടുവേദന മാറാനായിട്ട്. നമ്മൾ തെങ്ങിൻ പൂക്കല വെച്ചിട്ട് അപ്പം, പുട്ട്, അട, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പായസം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇനി ഒടിച്ചെടുത്ത തെങ്ങിൻ പൂക്കലി ഉണ്ടല്ലോ, മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണേ. ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് മാറ്റി വെക്കാം. വേറൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കശുവണ്ടിയും നാളികേര കൊത്തുകൂടിയിട്ട് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഈ തെങ്ങിൻ പൂക്കല അരച്ചെടുക്കുമ്പോൾ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടണേ. അരഞ്ഞ് കിട്ടിയ തെങ്ങിൻ പൂക്കല നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അരഞ്ഞ് കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ കളറ് ഇങ്ങനെയാണ് ഇരിക്കുക കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇതിലേക്ക് നമ്മൾ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു മുറി നാളികേരം ചുരുവിയത് കൂടി. ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. കട്ടകളൊന്നും ഇല്ലാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. നമ്മൾ സാധാ വട്ടയപ്പത്തിന് മാവിൻ്റെ കൂട്ടുണ്ടല്ലോ, അതുപോലെ ഇരിക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നാളികേരവും കശുവണ്ടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരല്പം നെയ്യ് തടവി വെക്കാം. ഇതിലേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് കരിഞ്ജീരകവും നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അപ്പച്ചെമ്പിൽ വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. ഞാൻ 15 മിനിറ്റ് സമയം കൊണ്ടാണ് ഇത് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇത് ചെറുതായി ഒന്ന് തണുത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് സൈഡൊന്ന് വിടുവിത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഉണ്ടല്ലോ, തെങ്ങിൻ പൂക്കല ലേഹ്യം വെച്ച് കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഏറ്റവും കിളിന്ത് പൂക്കല നോക്കി നമ്മൾ വേണം എടുക്കാനായിട്ട്. വട്ടയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാനായിട്ട്. അധികം മൂപ്പത്തിന്ന് വെച്ചാലുണ്ടല്ലോ, ഇതിനൊരു ചവർപ്പ് ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇത് കാണാനായിട്ടും അടിപൊളിയാണ് അല്ലേ? അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. ഈ തെങ്ങിൻ പൂക്കുല മുറിച്ചെടുത്ത് അന്ന് തന്നെ വേണം അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. ഇല്ലയെന്ന് വെച്ചാൽ ഇത് വാടിപ്പോകും. എന്താണെന്ന് വെച്ചാൽ വളരെ കിളിന്ത് പൂവാണല്ലോ അത്. നമുക്കുണ്ടല്ലോ എപ്പോഴും കിട്ടുന്ന സാധനമല്ല തെങ്ങിൻ പൂക്കുല. അഥവാ കിട്ടുകയാണെന്ന് വെച്ചാൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്യാനും അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായി അറിയിക്കാൻ കൂടി മറക്കല്ലേ. ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക.